ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമകൾ മലയാളത്തിൽ അങ്ങനെ നിറയെ ഇറങ്ങാറില്ല. അതിനൊരു കാരണം ഇത്തരം സിനിമകൾക്ക് കമേഴ്ഷ്യലി വലിയ വിജയങ്ങൾ നേടാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ചില സിനിമകളെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് മാളൂട്ടി എന്നുള്ള ഭരതൻ ചിത്രം, അതിനുശേഷം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നൊരു ഫാസിൽ ചിത്രം മമ്മൂട്ടി അഭിനയിച്ചത്, പിന്നെ സൗബിൻ ഷാഹിറിൻ്റെ പറവ, പിന്നെ എൻ്റെ വീട് അപ്പൂൻ്റെയും ജയറാമും കാളിദാസും സത്യനന്ദിക്കാടിൻ്റെ സംവിധാനത്തിൽ ഒരുക്കിയ സിനിമ. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ഹിറ്റ് സിനിമകളേ ഉള്ളൂ. പിന്നെ അടുത്ത കാലത്ത് വന്ന ഉണ്ണി മുകുന്ദൻ മാസ് ഹീറോയായ മാളികപ്പുറം. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ബാലൻ എന്ന ഒരു സിനിമ കൂടി വന്നിരിക്കുകയാണ്. ഇവിടെ വ്യത്യസ്തത ബാലനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഒരു പ്രധാനപ്പെട്ട സ്റ്റാർ കാസ്റ്റിൻ്റെയും പിൻബലമില്ലാതെ, എന്നാൽ വലിയൊരു സംവിധായകനും മികച്ചൊരു ടീം അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യാനുണ്ടായി എന്നുള്ളതാണ് ബാലൻ്റെ ഹൈപ്പിന് കാരണം. ടോവിനോ തോമസിൻ്റെ അതിഥി വേഷത്തിനെ കുറിച്ച് ഈ സിനിമ ഇറങ്ങുന്നവരെ ഭൂരിഭാഗം പേർക്കും അറിയില്ലായിരുന്നു. ആവേശം, രോമാഞ്ചം എന്നീ സിനിമകളിലൂടെ കേരളത്തിൻ്റെ പൾസറിഞ്ഞ സിനിമ എടുത്ത സംവിധായകനെന്ന അഭിമാനിക്കാവുന്ന ജിത്തു മാധവൻ കഥ എഴുതിയ ജാനേമൻ, അതുപോലെ വൻ വിജയം നേടിയ മഞ്ഞുമൽ ബോയ്സ്, ഈ രണ്ട് സിനിമകൾ ഒരുക്കിയ ചിദംബരത്തിൻ്റെ പുതിയ ഡയറക്ഷൻ എന്ന ഒരു പ്രതീക്ഷയാണ് ഈ സിനിമയെക്കുറിച്ച്. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ആ തിയേറ്ററിൽ പോയി കാണാൻ ജനങ്ങൾക്കുണ്ടാക്കിയ ഒരു ഹൈപ്പ്. എന്നാൽ ആ ഹൈപ്പിനെ 100% നിലനിർത്തിക്കൊണ്ട് തന്നെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഒരുക്കിയ ഒരു സിനിമയാണ് ബാലൻ. ബാലൻ ഒരു കൊച്ചു കുട്ടിയുടെ കഥയാണ്. അതിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ചുറ്റിപ്പറ്റി ആ കുട്ടിയുടെ അമ്മ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ വന്നുവിട്ട് പോകുന്ന കുറച്ച് പേർ, അതിനെ സ്വാധീനിക്കുന്ന കുറച്ച് പേർ, ഇത്രയും ക്യാരക്ടേഴ്സ് മാത്രം അടങ്ങിയ ഒരു ലോകമാണ് ബാലൻ എന്ന സിനിമ. പക്ഷേ ഒരു 2 മണിക്കൂർ 35 മിനിറ്റ് തിയേറ്ററിൽ നിങ്ങൾ വേറൊരു ലോകത്ത് പോയിരിക്കുന്ന ഒരു ഫീൽ ഈ സിനിമ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് കാണാൻ പറ്റാവുന്ന സിനിമയാണെന്ന് ചോദിച്ചാൽ 16+ എന്ന സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ കൂടി അങ്ങനെ ഭീകരമായ വയലൻസ് ഒന്നും ഈ സിനിമയിലില്ല. എന്നാൽ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡാർക്ക് ഷെയ്ഡാണ്. എനിക്കിപ്പോഴും ആ ഒരു ശൈലിയിൽ ആ സിനിമ എടുത്തതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത് കുറച്ചുകൂടി കളർഫുള്ളായിട്ട് തന്നെ കൊണ്ടുപോകാവുന്ന ഒരു കളർ പാറ്റേൺ എടുക്കാമായിരുന്നു. എന്തിനാണ് ഇത്രയും വളരെ മങ്ങിയ രീതിയിൽ എല്ലാ സീനുകൾക്കും ഒരു മങ്ങലും അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡും കൊടുത്തുകൊണ്ട് ഇറക്കിയിരിക്കുന്നത്? അതിനകത്ത് ഒരുപാട് നല്ല രംഗങ്ങളുണ്ട്. ആ നല്ല രംഗങ്ങൾക്കും ഇതുപോലെയുള്ള ഡാർക്ക് ഷെയ്ഡും ഒരു ഇരുട്ട് മറപറ്റിയ ഒരു പശ്ചാത്തലം സ്വീകരിക്കുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. അത് സംവിധായകൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കാണുന്ന നമുക്കും അത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഈ സിനിമയിൽ ടോവിനോ തോമസിൻ്റെ വേഷം നന്നായിട്ടുണ്ട്. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാരക്ടറായിട്ട് അതിനകത്ത് ഒതുങ്ങിപ്പോകുന്ന ഒരു വേഷമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടോവിനോയെ കാണിക്കാൻ വേണ്ടി സംവിധായകൻ ചെറിയൊരു മാസ് ഒരു രംഗമായിട്ട് അതിനെ കാണിച്ചു തുടക്കത്തിൽ എന്നുള്ളത് എനിക്കൊരു കല്ലുകടിയായി തോന്നി. കാരണം ആ സിനിമയുടെ മൊത്തത്തിലൊരു ഫ്ലോ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കും ഒരു മാസ് പരിവേഷമോ കഥാകൃത്തോ അല്ലെങ്കിൽ സിനിമാ സംവിധായകനോ കൊടുത്തിട്ടില്ല. പക്ഷേ ടോവിനോയുടെ ഇൻട്രൊഡക്ഷൻ മാത്രം കാണിക്കുമ്പോൾ ചെറുതായിട്ടൊരു മാസ് അവിടെ കൊണ്ടുവന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ഞാൻ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. എക്കോ അല്ലെങ്കിൽ കിഷ്കിന്ധാകാന്ഡം എന്നീ സിനിമകളൊക്കെ ഇതുപോലെ വളരെ ഇമോഷണലി കണക്റ്റഡ് ആക്കി കൊണ്ടുപോകുന്ന സിനിമകളാണ് അല്ലേ. ബാലനും വളരെ ഇമോഷണൽ ടച്ചോട് കൂടി ഇറക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കരമായുള്ള ഒരു ഇമോഷണൽ കണക്റ്റ് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഇമോഷണൽ ടച്ച് ആ സിനിമയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ട പശ്ചാത്തല സംഗീതമാണോ ഈ സിനിമ തന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അല്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ എക്കോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ചില സീനുകളെ, ഇമോഷണൽ സീനുകളെ എലിവേറ്റ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്. സത്യത്തിൽ ആ രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരുന്നെങ്കിൽ ഇതിലെ ചില രംഗങ്ങൾ ഇതിലും മനോഹരമാകുമായിരുന്നു. പ്രത്യേകിച്ചും ആ ക്ലൈമാക്സിൽ ഇതിലെ ബാലൻ എന്ന കഥാപാത്രം ഓടിക്കൊണ്ട് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്ന സീനൊക്കെ, അതൊക്കെ കുറച്ചുകൂടി നമ്മളെ
എന്താ പറയുക, അടുപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ ത്രസിപ്പിച്ച് നിർത്തുന്ന ഒരു സംഗീതത്തിൻ്റെ അകമ്പടി കൂടി ആകാമായിരുന്നു എന്ന് തോന്നി. ഒപ്പം തന്നെ ഇതിലെ നായിക കഥാപാത്രം ഒരു കഥ പറയുന്ന സീനുണ്ട്. ആ സീനിൽ അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഇമോഷൻസ് കൂടുതൽ തീവ്രതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു രംഗമാണത്. അതിനകത്ത് കൊണ്ടുവന്ന് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എനിക്ക് അതിൻ്റെ 2 ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യാമായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി എഫക്റ്റീവ് ആയേനെ എന്ന് തോന്നി. കാരണം പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അത് തരുന്ന അതാണ് തിയേറ്റർ അനുഭവം അല്ലേ, അത് കുറച്ച് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതെല്ലാം ഞാൻ പറയുന്ന വെറുതെ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ സിനിമ നിങ്ങൾക്കെല്ലാവരും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാം. നല്ല മികച്ചൊരു സിനിമ കണ്ട ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഇമോഷണൽ എലിമെൻറ്റോടുകൂടി കുറച്ച് ഡാർക്കാണ് ഡെഫിനറ്റ്ലി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ അതാണ്. ഫാമിലികൾ കൊലപാതകങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ന്യായീകരിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ന്യായീകരണം ആവശ്യമുള്ളൊരു സിനിമ തന്നെയാണ് ഇതും. സ്പോയിലർ ആവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ സിനിമയിലെ നമുക്ക് സ്റ്റാർ എന്ന് പറയാവുന്നത് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അമ്മൂമ്മയാണ്. ഒരു രക്ഷയുമില്ലാത്ത പ്രകടനം. അയ്യോ, എങ്ങനെ ആ അമ്മൂമ്മയെ നമുക്ക് മറക്കാൻ പറ്റും? ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു? അവർ വരുന്ന ഓരോ സീനിലും അവർ പറയുന്ന ഓരോ ഡയലോഗുകളും നമുക്ക് ആ തിയേറ്റർ മൊത്തം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കണ്ട തിയേറ്ററിൽ നിന്ന് എല്ലാവരും അവരുടെ ആ പ്രസൻസിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു തിയേറ്ററിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. അപ്പോൾ വളരെ മികച്ച ഒരു സ്റ്റാർ കാസ്റ്റാണ് ഈ സിനിമയുടെ എന്ന് പറയാതെ വയ്യ. നായിക എത്തുന്ന ഈ കുട്ടിയുടെ അമ്മയായി വരുന്ന അഭിനേത്രി, അതുപോലെ കുട്ടിയുടെ 2 കാലഘട്ടങ്ങളിൽ വരുന്ന അഭിനേതാക്കൾ വളരെ ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും ചിദംബരം എന്ന സംവിധായകന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇനിയും ഒരുപാട് മികച്ച സിനിമകളുമായി ഈ സംവിധായകൻ മലയാള സിനിമയിലെ ഭാവിയിൽ സിംഹാസനം എടുത്തിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം ജിത്തു മാധവൻ എന്ന ഒരു കഥാകൃത്ത് ഇത്തരം രീതിയിലൊക്കെ ഒരു സിനിമ എഴുതുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മാസ് സിനിമകൾ കണ്ടു പരിചയിച്ച അദ്ദേഹത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ സിനിമയുടെ കഥ എഴുതിയ ജിത്തു മാധവൻ എന്ന് പറയേണ്ടി വരും. ഗംഭീരം തന്നെ, മികച്ച ഒരു സിനിമയാണ് ബാലൻ. ധൈര്യമായി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി ഫാമിലിയോട് കൂടി കണ്ട് ആസ്വദിക്കൂ ഈ ബാലൻ. താങ്ക് യു.